ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഒരു ചെറിയ അവസരം കിട്ടിയാൽ പോലും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരും പറഞ്ഞ് അവന്തിയെടുത്തി നെല്ലിശ്ശേരി വീടിനെ ഒരു യുദ്ധക്കളമാക്കി മാറ്റും. അത് അനുവദിക്കാൻ എനിക്ക് പറ്റില്ല. ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏട്ടത്തി നാളെ സമാധാനത്തോടെ വന്നാൽ മതി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് അറിയിക്കണേ. ഉടനെ തന്നെ ഞാൻ അവിടെ എത്തിക്കൊള്ളാം. നന്ദേട്ടൻ അവിടെ ഉണ്ടോ അതോ പുറത്തേക്ക് വല്ലതും പോയോ? പുറത്തു പോയെന്നാ തോന്നുന്നേ. ഞാൻ അവിടെ എങ്ങും കണ്ടില്ല. അവന്തിയെടുത്തിയോ? ഏട്ടത്തി ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അവർക്കിതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ആർക്കെങ്കിലും നേരെ എന്തെങ്കിലുമൊക്കെ പാരയായിട്ട് ഇവിടെ എവിടെയെങ്കിലും നടപ്പുണ്ടായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്തേ വിളിക്കാം. ശരി, നീ വിളിക്കാം. എന്താടോ, എന്തത്ര വലിയ ആലോചന? താനിപ്പോ ആരെ വിളിച്ചേ? ഞാൻ സ്നേഹയെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ചതാ. തനിക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ, എന്താ കാര്യം? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് സച്ചേട്ടാ. അനുപേട്ടന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? അതൊന്നും സാരമില്ല, എന്തു വന്നാലും നമുക്കതിനെ നേരിടാം. ഞാൻ ഗർഭിണിയായതിന്റെ ദോഷം കൊണ്ടായിരിക്കും ഇതൊക്കെ. താൻ ഇത്രയ്ക്ക് അന്ധവിശ്വാസിയാണോ? ആകെ അങ്ങനെ കാര്യം പറയുന്നത് ആ അവന്തികടത്തി മാത്രം. അത് പിന്നെ പോയ കോടാലിയ. താനത് കാര്യമാക്കണ്ട. അതല്ല സച്ചേട്ടാ, എനിക്കതൊന്നും അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് നാളെ രാവിലെ തന്നെ തിരിച്ചു പോകണം. പോവാനോ? 2 ദിവസം ഇവിടെ നിൽക്കാനല്ലേ നമ്മൾ വന്നത്? 2 ദിവസം ഇവിടെ നിൽക്കുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ നിന്നാ നെല്ലിശ്ശേരിയിൽ അത് വലിയ കുഴപ്പങ്ങൾക്ക് കാരണമാവും. എന്ത് കുഴപ്പം? സച്ചേട്ടാ, ഞാൻ സച്ചേട്ടനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നന്ദേട്ടനും അവന്തിയെടുത്തിയും തമ്മിൽ ആ പ്രശ്നം ഉണ്ടായത്. എന്ത് പ്രശ്നം? അത് ചെറിയൊരു പ്രശ്നമല്ല. നന്ദേട്ടൻ അവന്തിയെടുത്തിയെ തല്ലുന്നത് വരെ എത്തിയ കാര്യങ്ങൾ. സത്യത്തില് എന്താ ഇപ്പൊ ഉണ്ടായത്? നമ്മള് വരുന്ന വഴിക്ക് സന്ധ്യ ഡോക്ടറെയും നന്ദേട്ടനെയും കണ്ടില്ലേ? അവിടെ വെച്ച് സന്ധ്യ ഡോക്ടർ വൊമിറ്റ് ചെയ്തത് ഗർഭിണി ആയതുകൊണ്ടാണെന്ന് പറഞ്ഞ് അവന്തിയെടുത്തി ആരോ തെറ്റിദ്ധരിപ്പിച്ചു. അവന്തിയെടുത്തിയും സന്ധ്യ ഡോക്ടറെ വീട്ടിൽ പോയി തല്ലി. അതറിഞ്ഞിട്ട് നന്ദേട്ടൻ അവന്തിയെടുത്തിയെ തിരിച്ചു തല്ലി. ഇതെല്ലാം നമ്മുടെ കുഞ്ഞിന്റെ കുഴപ്പമാണെന്ന് ആരെങ്കിലും പറഞ്ഞു വരുത്തിയ എനിക്കത് സഹിക്കാൻ കഴിയില്ല സച്ചേട്ടൻ. നാളെ അമ്പലത്തിലെ പൂജയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ തിരിച്ചു പോകണം. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. ഇതില് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പണ്ട് ഞാൻ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്കതിന് സാധിക്കില്ല. അച്ഛന്റെ മനസ്സ് വിഷമിക്കുന്ന ഒരു കാര്യത്തിനും എനിക്ക് കൂട്ടുനിൽക്കാൻ പറ്റില്ല. താൻ പറയുന്ന കേട്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, രാവിലെ തന്നെ പോവാം. ഒരു ചെറിയ അവസരം കിട്ടിയാൽ പോലും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരും പറഞ്ഞ് അവന്തിയെടുത്തി നെല്ലിശ്ശേരി വീടിനെ ഒരു യുദ്ധക്കളമാക്കി മാറ്റും. അത് അനുവദിക്കാൻ എനിക്ക് പറ്റില്ല. നാളെ സ്വാമിജി വരും. അപ്പോ അർച്ചനയുടെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനമാക്കിയാ പോരാ. ധനുഷിന്റെ സ്നേഹയുടെ കാര്യത്തിലും ചില തീരുമാനങ്ങൾ ഉണ്ടാക്കണം. അവനിപ്പോ അവളെ വല്ലാതങ്ങ് സ്നേഹിക്കാണല്ലോ. അത് സ്വാമിജിയോടൊന്ന് വിളിച്ചു പറഞ്ഞാലോ? സ്നേഹയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ കാര്യം വെച്ച് എന്തെങ്കിലും ഒരു പദ്ധതി പ്ലാൻ ചെയ്യാൻ
സ്വാമിജിയോട് പറയാം. ഇതെന്താ ഇവന്റെ കയ്യില്? അതുകൊണ്ട് റൂമിലേക്കാണല്ലോ. ഇന്നലെ മസാല ദോശ കൊടുത്തതുപോലെ ഗർഭിണിക്ക് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാവും. ഇത്രയ്ക്ക് പെൺകോന്തനായി പോയോ ഇവൻ? എന്താ ഇത്? ഇത് ഒരു സ്പെഷ്യൽ ഐറ്റമാ. ഗർഭിണികൾക്ക് വളരെ നല്ലതാ. ഇതെന്താണെന്ന് ഗസ് ചെയ്യാമോ? കഴിഞ്ഞ ദിവസം എന്നോട് വേണമെന്ന് പറഞ്ഞൊരു ഐറ്റം ആണ്. ഓ മനസ്സിലായി. എങ്കിൽ തന്നെ നോക്കട്ടെ. തരാം, ധൃതി പിടിക്കാതെ. എന്താന്ന് പറ. ഇത് നല്ല തേൻ മധുരമുള്ള മാമ്പഴം. വായിൽ വെച്ച് അലിഞ്ഞു പോകും. ഇരുന്ന് വർത്താനം പറഞ്ഞ് ഇങ്ങോട്ട് താ. എനിക്ക് കോടിയാവുന്നു. ഞാൻ തരാം, ഞാൻ തരാം. ഒരു കഷ്ണം കൊടുത്ത. അതെ, ഒരു കാര്യം ചെയ്യാവോ? എന്താ? ഇനി വേറെ വല്ല ആഗ്രഹമുണ്ടോ? എനിക്ക് മാമ്പഴം ഒരു ജ്യൂസ് ആക്കി തരാവോ? പിന്നെന്താ, ജ്യൂസാക്കി തരാലോ. എന്നാ കൊണ്ട് ജ്യൂസ് ആക്കി കൊണ്ടുവാ. ബുദ്ധിമുട്ടില്ലല്ലോ? ഗർഭിണിയായി എന്റെ ഭാര്യയ്ക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടാനും ഞാൻ തയ്യാറാണ്. പകരം നീ ഒരു പൊന്നുണ്ണിയെ പ്രസവിച്ചു തന്നാ മതി. ഓഹോ, എന്നിട്ട് ഞാൻ അതിനെ പൊന്നുപോലെ വളർത്തും. ആൺകുഞ്ഞിനെ വേണോ അതോ പെൺകുഞ്ഞിനെ വേണോ? ആണായാലും പെണ്ണായാലും എനിക്കൊരു കുഴപ്പമില്ല. അച്ഛന്മാർക്ക് പൊതുവെ പെൺകുട്ടികളോടാ ഇഷ്ടം. എന്നാ അമ്മമാർക്ക് തിരിച്ചു. അതൊക്കെ പണ്ടത്തെ കാലത്ത്. ഇപ്പോ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഒരുപോലെയാ. ചില കാര്യത്തില് ആൺകുട്ടികളെക്കാളും നല്ലത് പെൺകുട്ടികളാ. അതെന്താ? ഭാര്യമാരുടെ വാക്ക് കേട്ട് ചില ആൺമക്കൾ ചെയ്യുന്നത് പോലെ എല്ലാ പെൺമക്കളും അവരുടെ അച്ഛനമ്മമാരെ വയസ്സുകാലത്ത് വഴിയിൽ ഇറക്കി വിടില്ല.